സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് യൂണിറ്റ് 12 കാർഷിക മേഖലയും നൂതന പ്രവണതകളും. ആദ്യം തന്നെ കൃഷി വകുപ്പിൻ്റെ കുട്ടി കർഷകൻ അവാർഡ് ജേതാവായ നവീൻ ചിങ്ങം 1 കർഷക ദിനത്തിൽ സ്കൂളിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയപ്പോൾ നടത്തിയ മറുപടി പ്രസംഗമാണ് കൊടുത്തിരിക്കുന്നത്. കൃഷിയെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ പറയുന്നത്. സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ മേഖലകളിൽ ഒന്നാണ് കാർഷിക മേഖല. ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംഘടിത മേഖലയും ഇതുതന്നെയാണ്. ജനങ്ങൾക്കാവശ്യമായ ഭക്ഷണവും വളർത്തുമൃഗങ്ങൾക്കാവശ്യമായ കാലിത്തീറ്റയും പ്രദാനം ചെയ്യുന്നത് കൃഷിയാണ്. രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും തൊഴിൽ നൽകുന്നതിലും കാർഷിക മേഖല മുഖ്യ പങ്ക് വഹിക്കുന്നു. വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്തുകൊണ്ട് വ്യവസായങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാർഷിക വിഭവങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവയല്ല എന്ന് തിരിച്ചറിയാമല്ലോ. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ വിളകളോ വിള സംവിധാനങ്ങളോ അല്ല കൃഷിക്കായി ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും ഇതിന് കാരണം? സ്ഥലകാല വ്യത്യാസമനുസരിച്ച് വ്യത്യസ്ത വിളകളും വിള സംവിധാനങ്ങളും തിരഞ്ഞെടുക്കുന്നതിന് കാരണങ്ങളുണ്ട്. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഉപഘടകങ്ങളും അങ്ങനെ 2 പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രകൃതിദത്ത ഘടകങ്ങൾ, അതിൻ്റെ ഉപഘടകങ്ങൾ എന്തൊക്കെയാണ്? മണ്ണിൻ്റെ സ്വഭാവം, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജലലഭ്യത. അപ്പോൾ പ്രകൃതിദത്ത ഘടകങ്ങൾ വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതിൻ്റെ ഉപഘടകങ്ങളാണ് മണ്ണിൻ്റെ സ്വഭാവം, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജലലഭ്യത. അടുത്ത സാമ്പത്തിക ഘടകങ്ങൾ, കാർഷിക വിഭവങ്ങളുടെ വില, കർഷകരുടെ വരുമാനം, കൈവശ കൃഷിഭൂമിയുടെ വിസ്തൃതി. ഇതനുസരിച്ച് സാമ്പത്തിക ഘടകങ്ങൾ. അടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ജലസേചനം, വൈദ്യുതി, ഗതാഗതം, വിപണി സൗകര്യം, വിത്തുകൾ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ലഭ്യത. സാമൂഹിക ഘടകങ്ങൾ, ഭക്ഷണരീതി, വിദ്യാഭ്യാസം, കൃഷി ചെയ്യുന്ന തലമുറകളുടെ വ്യത്യാസം, സാമൂഹിക പരിസ്ഥിതി മുതലായവ. സർക്കാർ നയങ്ങൾ എന്തൊക്കെയാണ്? വിളകളുടെ കയറ്റുമതി, ഇറക്കുമതിയും, നികുതി, വായ്പാ ലഭ്യത, സബ്സിഡി. സാങ്കേതിക ഘടകങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ശാസ്ത്രീയമായ ജലസേചനം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇതെല്ലാം അനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത്. വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എല്ലാ പ്രദേശത്തും ഒരുപോലെയല്ല വിതരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത വിള സംവിധാനങ്ങൾ കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നത്. വിള സംവിധാനങ്ങൾ അഥവാ ക്രോപ്പിംഗ് സിസ്റ്റംസ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെ വിള സംവിധാനം എന്ന് പറയുന്നു. എന്താണ്? ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ് എന്ന് പറയുന്നത്. വിള സംവിധാനങ്ങളെ താഴെ പറയും വിധം തരംതിരിക്കാം. 3ആയി തരംതിരിക്കാം. ഏകവിള കൃഷി, ബഹുവിള കൃഷി, റട്ടൂൺ കൃഷി. ഏകവിള കൃഷി, ബഹുവിള കൃഷി, റട്ടൂൺ കൃഷി. ഏകവിള കൃഷി എന്താണ്? ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി. പ്രധാനമായും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള വിള സംവിധാനമാണ് ഇത്. ഒരു വിള മാത്രമായതിനാൽ നടീൽ, പരിപാലനം, വിളവെടുപ്പ് എന്നിവ സുഗമമായ രീതിയിൽ നടത്താൻ സാധിക്കും. കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. ഏകവിളകൾ കീടബാധ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതാണ് ഏകവിള കൃഷി എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് റബ്ബർ, തേയില, മരച്ചീനി. ബഹുവിള കൃഷി മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തിൽ 2ഓ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണ് ബഹുവിള കൃഷി എന്ന് പറയുന്നത്. കൃഷിയിടത്തിൽ നിന്നുള്ള മൊത്തം ഉൽപ്പാദനവും അതിലൂടെ വരുമാനവും വർദ്ധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. ഇനി ബഹുവിള കൃഷിയെ തന്നെ പലതായിട്ട് തരംതിരിക്കാം. മിശ്രവിള, ഇടവിള കൃഷി, തുടർച്ചാ കൃഷി, റിലേ ക്രോപ്പിംഗ്, വിളപര്യായം, ബഹുനില കൃഷി.
അപ്പോൾ ഓരോന്ന് നോക്കാം. മിശ്രവിള അഥവാ മിക്സഡ് ക്രോപ്പിംഗ്. കൃഷിഭൂമിയിൽ ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകൾ നടിയിൽ അകലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണിത്. വരണ്ട പ്രദേശങ്ങളിലാണ് ഈ കൃഷി രീതി കൂടുതലായി കണ്ടുവരുന്നത്. പ്രതികൂല കാലാവസ്ഥ മൂലം ഒരു വിളയുടെ വിളവ് മോശമായാലും മറ്റു വിളകളിൽ നിന്ന് വിളവ് ലഭിക്കൂ എന്നതാണ് നേട്ടം. എക്സാമ്പിളാണ് ചോളം, നിലക്കടല. ചോളത്തിൻ്റെ ഇടയ്ക്ക് നിലക്കടല നടുന്നു. പിന്നെ തെങ്ങ്, തുവര. ഇതിൽ ഒരു കൃഷി നഷ്ടമായാലും മറ്റേ കൃഷിയിൽ നിന്ന് വിളവ് കിട്ടും എന്നുള്ള ഒരു നേട്ടമാണ്. അടുത്താണ് ഇടവിള കൃഷി അഥവാ ഇന്റർക്രോപ്പിംഗ്. കൃത്യമായ വരികളിൽ നടുന്ന പ്രധാന വിളയുടെ 2 വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണ് ഇടവിള കൃഷി. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. കളകളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായ രീതിയാണിത്. ഉദാഹരണം, ആദ്യഘട്ടത്തിൽ സാവധാനം വളരുന്ന പരുത്തിയുടെ ഇടവിളയായി നിലക്കടല കൃഷി ചെയ്യുന്നു. തെങ്ങിന് ഇടവിളയായി വാഴ കൃഷി ചെയ്യുന്നു. അടുത്ത തുടർച്ചാ കൃഷി അഥവാ സീക്വൻസ് ക്രോപ്പിംഗ്. വിളവെടുപ്പിന് ശേഷം കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ഈർപ്പം, പോഷകങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായി വലിയ മുന്നൊരുക്കങ്ങളില്ലാതെ അതേ കൃഷിയിടങ്ങളിൽ മറ്റൊരു ഹ്രസ്വകാല വിള കൃഷി ചെയ്യുന്നതിനെ തുടർച്ചാ കൃഷി എന്ന് പറയുന്നു. കൃഷിയിടങ്ങൾ തരിശായി കിടക്കുന്നില്ല എന്നതാണ് പ്രധാന നേട്ടം. ഉദാഹരണം എന്തൊക്കെയാണ്? നെൽപ്പാടങ്ങളിൽ പ്രധാന വിളയായ നെല്ലിനു ശേഷം പയർ അല്ലെങ്കിൽ എള്ള് കൃഷി ചെയ്യുന്നു. അതായത് ഒരു കൃഷി ചെയ്തു കഴിഞ്ഞ് അതിൻ്റെ ഈർപ്പവും പോഷകങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേറെ മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതേ കൃഷിയിടത്തിൽ മറ്റൊരു കൃഷി, നെല്ല് കൃഷി ചെയ്തതിന് ശേഷം പയർ കൃഷി ചെയ്യും, അതിനുശേഷം എള്ള് കൃഷി ചെയ്യും, ആ രീതി. ഇനി റിലേ ക്രോപ്പിംഗ്. ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുമ്പായി രണ്ടാമത്തെ വിള കൃഷി ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം, വാഴ വിളവെടുക്കുന്നതിന് മുമ്പായി പച്ചക്കറി കൃഷി ചെയ്യുന്നു. ഇനി വിള പരിക്രമണം അഥവാ വിള പര്യയം, ക്രോപ്പ് റൊട്ടേഷൻ. ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും തുടർച്ചയായി വ്യത്യസ്ത സസ്യകുടുംബത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നതിന് വിള പരിക്രമണം എന്ന് പറയുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വിള പരിക്രമണത്തിന്റെ പ്രധാന നേട്ടം. മണ്ണിന്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കളകൾ, കീടങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായ രീതിയാണിത്. ഉദാഹരണമാണ് നെല്ലിനു ശേഷം പയർ കൃഷി ചെയ്യുന്നത്. ഒരേ കൃഷിഭൂമിയിൽ തന്നെ ഓരോ വിളയ്ക്ക് ശേഷം തുടർച്ചയായി വ്യത്യസ്ത സസ്യ കുടുംബത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നു. അതാണ് വിള പരിക്രമണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കളകളും കീടങ്ങളും ഒക്കെ നിയന്ത്രിക്കാനും കഴിയും. ഇനി ബഹുനില കൃഷി എന്താണ്? മൾട്ടി സ്റ്റോറേഡ് ക്രോപ്പിംഗ് അഥവാ മൾട്ടി ടയർ ക്രോപ്പിംഗ്. വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആഴത്തിൽ വേരോടുന്നതും ആവശ്യമായ സൂര്യപ്രകാശത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായ വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനെ ബഹുനില കൃഷി എന്ന് പറയുന്നു. മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. ഏതൊക്കെയാണ്? തെങ്ങ്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നു. ഇതാണ് ബഹുനില കൃഷി എന്ന് പറയുന്നത്. അടുത്ത റട്ടൂൺ കൃഷി. വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു. വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവ് തരുന്നു. എക്സാമ്പിളാണ് ചീര. ചീര നമ്മൾ ചവിട്ടിന്ന് വെട്ടിക്കൊടുക്കുമ്പോൾ അത് പിന്നെയും വിള തന്നുകൊണ്ടിരിക്കും. അതായത് കിളിച്ച് പിന്നെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും. ഒരു തവണ ചെയ്ത കൃഷിയിൽ നിന്നും വീണ്ടും വിളവ് ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം. വിളവ് കുറയാനും കീടബാധകൾ കൂടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാർഷിക മേഖലയിലെ നൂതന പ്രവണതകൾ. പിക്ചറിൽ ഡ്രോൺ വെച്ചിട്ട് മുകളിൽ നൽകിയിരിക്കുന്ന വാർത്ത കണ്ടല്ലോ. ഡ്രോൺ കർഷകനെത്തി, ഇനി പറന്ന് വിതയ്ക്കാം. വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യ, കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നിവയ്ക്കനുസരിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ കാർഷിക മേഖല സമൂല മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. പരമ്പരാഗത കൃഷിരീതിയിൽ നിന്ന് പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള
കൃഷിരീതിയിലേക്കുള്ള മാറ്റം ശ്രദ്ധേയമാണ്. സാങ്കേതിക വിദ്യ കൃഷിയുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതന രീതികൾ അവലംബിക്കുകയും ചെയ്തിട്ടുണ്ട്. കാർഷികോൽപാദനം വർദ്ധിക്കാൻ കർഷകരെ സഹായിക്കുക എന്നതാണ് കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ പ്രധാന ലക്ഷ്യം. മഴമറ കൃഷി അഥവാ റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. എന്താണ് മഴമറ എന്നത്? പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയ മേൽക്കൂരയാണ്. സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകൾ മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കുന്നതിലൂടെ കൃഷിക്ക് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കുമ്പോഴും അമിതമായ മഴയിൽ നിന്നും വിളകൾക്ക് സംരക്ഷണം ഉറപ്പിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയിലും വർഷം മുഴുവൻ ഉയർന്ന ഉൽപാദനം സാധ്യമാക്കുന്നതിന് മഴമറ കൃഷി അനുയോജ്യമാണ്. ഓരോ വീട്ടിലും മഴമറയുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാനാവുന്നതാണ്. അടുത്ത പോളി ഹൗസ് ഫാമിംഗ്. ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിച്ച് വളർച്ചയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥ കൃത്രിമമായി സൃഷ്ടിക്കുന്ന രീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മുഴുവൻ മറച്ച പോളി ഹൗസുകളിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇത്. അടുത്ത കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ്. എന്താണ്? ഓരോ വിളയ്ക്കും ആവശ്യമായ ജലവും പോഷക ഘടകങ്ങളും വിള സംരക്ഷണ വസ്തുക്കളും കൃത്യമായ സമയത്ത് കൃത്യ അളവിൽ മാത്രം നൽകി അത്യുൽപാദനം സാധ്യമാകുന്ന സാങ്കേതിക രീതിയാണ് കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. മഴമറകളിലും തുറസായ സ്ഥലങ്ങളിലും ഈ രീതി പ്രാവർത്തികമാക്കാം. ജലത്തിൻ്റെയും പോഷക ഘടകങ്ങളുടെയും കൃത്യമായ ഉപയോഗം, യന്ത്രങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം, കൃഷിഭൂമിയുടെ മെച്ചപ്പെട്ട പരിപാലനം എന്നിവയാണ് ഈ കൃഷിരീതിയുടെ മേന്മകൾ. സൂക്ഷ്മ ജലസേചനം അഥവാ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം തുള്ളികളായോ നേർത്ത ധാരയായോ നൽകുന്ന രീതി. വളസേചനം, സംയോജിത കീടരോഗ നിയന്ത്രണം എന്നിവയാണ് കൃത്യത കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ. എന്താണ് വളസേചനം അഥവാ ഫെർട്ടിഗേഷൻ? ജലത്തിൽ ലയിക്കുന്ന വളങ്ങൾ ജലസേചനത്തിലൂടെ നൽകുന്ന രീതിയാണ് വളസേചനം എന്ന് പറയുന്നത്. ഡിജിറ്റൽ കൃഷി എന്താണ്? വൈവിധ്യമാർന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള കൃഷിരീതിയാണിത്. ബിഗ് ഡാറ്റ, വിശകലന ഉപകരണങ്ങൾ, നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, മൊബൈൽ ഫോണുകൾ പോലുള്ള ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, റോബോട്ടിക്സ്, കാർഷിക ഉപദേശക ആപ്പുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഡിജിറ്റൽ കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ലംബ കൃഷി. നഗരവൽക്കരണത്തിൻ്റെയും കൃഷിഭൂമിയുടെ കുറവിൻ്റെയും ഫലമായി നഗരങ്ങളിൽ ഭക്ഷ്യോൽപാദനത്തിനുള്ള പ്രായോഗിക മാർഗമായി ലംബ കൃഷിയെ ഉപയോഗിച്ചു വരുന്നു. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിലോ കെട്ടിടങ്ങളിലോ വിളകൾ വളർത്തുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. ഹൈഡ്രോപോണിക്, എയ്റോപോണിക്, അക്വാപോണിക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കുറഞ്ഞ ജല ഉപയോഗത്തിലൂടെ വർഷം മുഴുവൻ ഭക്ഷ്യോൽപാദനം സാധ്യമാക്കുന്നു. ജൈവ കൃഷി എന്താണ്? ഓർഗാനിക് ഫാമിംഗ്. ജൈവ കീടനാശിനികൾ, കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ഇടവിള കൃഷി യന്ത്രങ്ങൾ തുടങ്ങിയവയെ ആശ്രയിക്കുന്നതും രാസവളങ്ങളും കൃത്രിമ കീടനാശിനികളും തീർത്തും ഒഴിവാക്കിയുള്ളതുമായ കൃഷിരീതിയാണിത്. ചെടി വളർച്ചാ നിയന്ത്രണ വസ്തുക്കൾ, ജൈവമാറ്റം വരുത്തിയ വിത്തുകൾ എന്നിവ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്താണ് കാലാവസ്ഥ സ്മാർട്ട് അഗ്രികൾച്ചർ അഥവാ CSA? കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള ഒരു സമീപനമാണ് CSA അഥവാ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. ഉൽപാദനക്ഷമതയും വരുമാനവും വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുക, ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഈ കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്ന ചെറുകിട കർഷകരിൽ ഭൂരിഭാഗവും രാസവളങ്ങളുടെ ഉയർന്ന വില താങ്ങാൻ കഴിയാത്തവരാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാവാത്ത അവസ്ഥ, മൂലധനത്തിന്റെ അഭാവം, വർദ്ധിച്ച ഉൽപാദന ചെലവ് എന്നിവ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നു. മണ്ണിന്റെ ഫലഭൂഷ്ഠത അനുദിനം പ്രതിസന്ധിയിലാക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്ക് പുറമെ മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ് കാർഷിക മേഖല അഭിമുഖീകരിക്കുന്നതെന്ന് നോക്കാം. വിള പരിവർത്തനത്തെ പരിഗണിക്കുന്നു. വിള പരാജയം, വിളനാശം, കാർഷിക കടം, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ്, കാർഷിക ഗവേഷണത്തിന്റെ അപര്യാപ്തത, വായ്പ ലഭ്യതയും തിരിച്ചടിയും, കാർഷിക ഉൽപ്പന്നങ്ങളുടെ കുറഞ്ഞ വില, യന്ത്രവൽക്കരണത്തിന്റെ അപര്യാപ്തത, കാലാവസ്ഥാ വ്യതിയാനം.
പുത്തൻ കാർഷിക പ്രവണതകൾ, കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയൊക്കെ നാം പരിചയപ്പെട്ടല്ലോ. ഈ വെല്ലുവിളികളെ നേരിടുന്നതിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി വീട്ടിലും വിദ്യാലയങ്ങളും കൃഷി നടപ്പിലാക്കുന്നതിനും കൃഷി ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുന്നതിനും വേണ്ടി കേരള സർക്കാരിൻ്റെ ഈ പ്രതിജ്ഞ നമുക്ക് ഏറ്റുചൊല്ലാം എന്നാണ് പറയുന്നത്. അടുത്ത കാർഷിക അധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങൾ. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാണ് കാർഷിക അധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങൾ. കാർഷിക വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി നമുക്ക് ചുറ്റും തദ്ദേശീയമായി പ്രവർത്തിക്കുന്ന ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നിക്ഷേപം 10 കോടിയിൽ കൂടാത്തതും വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയുള്ളതുമായ വ്യവസായങ്ങളാണ് ചെറുകിട വ്യവസായങ്ങൾ. അപ്പോൾ എന്താണ്? നിക്ഷേപം 10 കോടിയിൽ കൂടാത്തതും വാർഷിക വിറ്റുവരവ് 50 കോടിയിൽ താഴെയുള്ളതുമായ വ്യവസായങ്ങളെയാണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോ കുടുംബമോ പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പരമ്പരാഗത സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ് കുടിൽ വ്യവസായം. ഇതിന് പ്രാരംഭ നിക്ഷേപം കുറവാണ്. കുടിൽ വ്യവസായത്തിൽ കുടുംബാംഗങ്ങളുടെ തൊഴിൽ ശക്തി മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത്. നെയ്ത്ത്, പരവതാനി നിർമ്മാണം, തുകൽ വ്യവസായം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ചെറുകിട ഭക്ഷ്യ സംസ്കരണശാലകൾ എന്നിവ കുടിൽ വ്യവസായങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ലോകത്താകമാനമുള്ള നിരവധി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കുടിൽ വ്യവസായങ്ങൾ. അടുത്ത അഗ്രോ പാർക്ക് എന്താണ്? കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ എന്ന് പറയുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നു. കൃഷി വകുപ്പിന് കീഴിലാണ് ആഗ്രോ പാർക്കുകൾ പ്രവർത്തിക്കുന്നത്. കാർഷിക അധിഷ്ഠിത ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ മാറുന്ന മുഖം. കാർഷിക അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ന് പ്രചാരമേറി വരികയാണ്. സർക്കാർ ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട്. പൊടിക്കുക, അരയ്ക്കുക, പാക്ക് ചെയ്യുക തുടങ്ങിയ ലളിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെ പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന രീതിയിലുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് ഇന്ന് പ്രാധാന്യമേറിയിട്ടുണ്ട്. കമുകിൻ പാള ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഫലവർഗ്ഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ പ്രധാനമായും കാർഷിക ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. അത് കൈത്തറി വ്യവസായം നോക്കാം. ഏത് ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും അവശ്യ ഘടകമായി നൂലും നെയ്ത്തും ഞാൻ കണക്കാക്കുന്നു. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. കൈത്തറിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണിവ. ഇന്ത്യയിലെ അസംഘടിത സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കൈത്തറി മേഖല. ഗ്രാമീണ, അർദ്ധഗ്രാമീണ ജനവിഭാഗങ്ങളുടെ ഉപജീവനത്തിൻ്റെ അവിഭാജ്യ ഘടകവും സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ സ്രോതസ്സുമാണ് ഈ മേഖല. രാജ്യത്തെ തുണി ഉൽപ്പാദനത്തിൽ കൈത്തറി മേഖലയുടെ സംഭാവന ചെറുതല്ല. കേരളത്തിലെ ഒരു പ്രധാന പരമ്പരാഗത ചെറുകിട കുടിൽ വ്യവസായം കൂടിയാണ് കൈത്തറി. കയർ മേഖല കഴിഞ്ഞാൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ അടുത്ത സ്ഥാനം കൈത്തറി മേഖലയ്ക്കാണ്. അടുത്ത കാർഷിക വിപണി നോക്ക്. നാട്ടുചന്ത, പച്ചക്കറിക്കട, ഹൈപ്പർ മാർക്കറ്റ്, ഓൺലൈൻ മാർക്കറ്റ്. എൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാർഷിക വിഭവങ്ങൾ നൽകുന്നതിനും വാങ്ങുന്നതിനും രാജ്യത്ത് നിലവിലുള്ള ചില സംവിധാനങ്ങളാണിവ. ഇവയിൽ എവിടെ നിന്നാണ് നിങ്ങളുടെ വീട്ടിൽ കാർഷിക വിഭവങ്ങൾ വാങ്ങുന്നത്? കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കാർഷിക വിപണി എന്ന് പറയുന്നത്. കാര്യക്ഷമമായ ഒരു കാർഷിക വിപണി കാർഷിക പുരോഗതിക്ക് അത്യാവശ്യമാണ്. സാധ്യമായ ഏറ്റവും മികച്ച വരുമാനം ലഭിക്കുന്നതിന് പ്രാഥമിക ഉൽപ്പാദകരെ പ്രാപ്തരാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് ന്യായമായ വില ലഭ്യമാക്കുക എന്നിവയാണ് കാർഷിക വിപണിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നോക്കൂ, കതിർ ആപ്പ് എന്താണ്? കൃഷിയും കൃഷിരീതികളും സ്മാർട്ടാക്കാനായി വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയതാണ് കതിർ ആപ്പ്. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി, അതാണ് കതിറിൻ്റെ ഫുൾ ഫോം. കാലാവസ്ഥാ വിവരങ്ങൾ, വിള ഉപദേശങ്ങൾ, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിവരങ്ങൾ,
കാർഷിക പദ്ധതി വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധമായ വിവരങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ ലഭ്യമാകും. ഈ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതാണ്. ഇനി കർഷകരും വിപണിയും. കാർഷിക ഉൽപ്പന്നങ്ങൾ എവിടെയൊക്കെയാണ് വിൽപ്പനയ്ക്കായി പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കർഷക ഉൽപാദന സംഘത്തിലേക്ക് നേരിട്ട് ഉൽപാദകരിലേക്ക്, ചില്ലറ വ്യാപാരികൾക്ക്, പിന്നെ കർഷക ഉൽപാദന സംഘങ്ങളിലേക്ക്, സഹകരണ സംഘങ്ങളിലേക്ക്, ഡിജിറ്റൽ വിപണിയിലേക്ക്, കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക്, കയറ്റുമതിക്ക്. ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കേണ്ടത് കർഷകരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വില ലഭിക്കുന്ന വിപണികൾ കണ്ടെത്താൻ കർഷകർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓൺലൈൻ വിപണികൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കർഷകരും ഉപഭോക്താക്കളും തമ്മിൽ ഇടനിലക്കാരില്ലാതെ വിപണനം സാധ്യമാകുന്നു. ഇനി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് അഥവാ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി APMC വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായിട്ട് രാജ്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്ഥാപിച്ച മാർക്കറ്റിംഗ് ബോർഡാണ് APMC അഥവാ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി. കാർഷിക ഉൽപ്പന്ന വിപണന നിയന്ത്രണ നിയമം വഴിയാണ് സംസ്ഥാനങ്ങൾ APMCയെ നിയന്ത്രിക്കുന്നത്. വിവിധതരം കാർഷിക വിപണികൾ. ഘടനാപരവും പ്രവർത്തനക്ഷമവുമായ വിപണികൾ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. സംഘടിത കാർഷിക വിപണി അഥവാ ഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നും അസംഘടിത കാർഷിക വിപണി അഥവാ അൺഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നും കാർഷിക വിപണിയെ രണ്ടായി തരംതിരിക്കുന്നു. എന്തൊക്കെയായിട്ട്? സംഘടിത കാർഷിക വിപണിയെന്നും അസംഘടിത കാർഷിക വിപണിയെന്നും. ഗവൺമെന്റിന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് സംഘടിത കാർഷിക വിപണികൾ. പ്രധാനമായും APMC നിയമങ്ങൾക്കനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രത്യേക ഘടനയില്ലാതെ പ്രവർത്തിക്കുന്നവയാണ് അസംഘടിത കാർഷിക വിപണികൾ. ഗ്രാമീണ പ്രാഥമിക വിപണികൾ അഥവാ റൂറൽ പ്രൈമറി മാർക്കറ്റ്സ് എന്താണ്? കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് എത്തിക്കുന്ന വിപണികളാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ. ചെറിയ ഗ്രാമങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഗ്രാമങ്ങളിലെ വ്യക്തികൾ പ്രധാന വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമായുള്ള കൈമാറ്റ സംവിധാനമാണിത്. വിപണികൾ ആഴ്ചയിൽ 1-2 തവണ തുറസായ സ്ഥലങ്ങളിലാണ് കൂടുന്നത്. ഉദാഹരണം ഗ്രാമീണ ചന്തകൾ, ഹാറ്റുകൾ. ഇനി വില്ലേജ് ഹാറ്റുകൾ, മണ്ടികൾ, ഫെയർ അഥവാ മേളകൾ. ഇതൊക്കെ എന്താണെന്ന് നോക്കാം. വില്ലേജ് ഹാറ്റുകൾ ഒരു ഗ്രാമത്തിലെ ഉൽപ്പാദകർ, ഇടനിലക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണിയെയാണ് ഹാറ്റുകൾ എന്ന് പറയുന്നത്. ഇനി മണ്ടികൾ എന്താണ്? ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റു പട്ടണങ്ങളിലും ദൈനംദിന ഇടപാടുകൾക്കുള്ള സ്ഥിരമായ മൊത്ത വ്യാപാര വിപണികളാണിവ. ഇനി ഫെയർ അഥവാ മേളകൾ മതപരമായ ഉത്സവങ്ങളുടെ സമയത്തോ പ്രാദേശികമായ ഉത്സവങ്ങളുടെ സമയത്തോ മാത്രം തീർത്ഥാടക സ്ഥലങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും നടത്തുന്ന വിപണികളാണ് മേളകൾ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഈ ഓണം, വിഷു സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഫെയർ ഒക്കെ നടത്താറുണ്ട്. മൊത്ത വ്യാപാര വിപണികൾ അഥവാ ദ്വിതീയ മൊത്ത വ്യാപാര വിപണികൾ കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട് നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന വിപണികളാണിവ. ഉൽപ്പാദകരായ കർഷകർ തന്നെയാണ് ഇവിടേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. ജില്ലാ തലസ്ഥാനങ്ങളിലോ റെയിൽവേ സ്റ്റേഷന് സമീപമോ ഉള്ള വിപണന കേന്ദ്രങ്ങളാണിവ. ഗ്രാമീണ കർഷകരും മൊത്ത വ്യാപാരികളും തമ്മിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. മറ്റു വിപണികളിൽ നിന്ന് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാറുണ്ട്. ഉദാഹരണം മണ്ടികളിൽ നിന്ന്. സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കർഷക ഉൽപാദന സംഘങ്ങളുടെയും പിന്തുണയോടെയാണ് സംസ്ഥാനത്ത് കാർഷിക വിപണനം നടക്കുന്നത്. നഗര ഗ്രാമ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വിപണന ശൃംഖലയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. കേരളത്തിലെ മൊത്ത വ്യാപാര വിപണികളിൽ 3 നഗര പ്രദേശത്തും 3 ഗ്രാമപ്രദേശത്തും പ്രവർത്തിക്കുന്നു. ഇവ കൂടാതെ 5 ജില്ലാ സംഭരണ വിപണന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കൃഷി വകുപ്പിന് കീഴിലുള്ള ഈ കേന്ദ്രങ്ങൾ കേരള സർക്കാരിൻ്റെ വിപണി നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഈ നാം
ഈ നാമിന് കീഴിൽ 6 മൊത്ത വ്യാപാര കേന്ദ്ര വിപണികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവ കൂടാതെ വിവിധ തലങ്ങളിലുള്ള പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ നേരിട്ടും കർഷക കൂട്ടായ്മകൾ വഴിയും കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണനം സാധ്യമാക്കുന്നുണ്ട്. ഉൽപാദന കേന്ദ്രങ്ങളിൽ VFPCK സ്ഥാപിച്ച സ്വാശ്രയ കർഷക സമിതികളുടെ വിപണന സംവിധാനത്തെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് വിപണനം നടത്തുന്നു. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ നാഫെഡ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വനവിഭവങ്ങളുടെയും വിപണനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് നാഫെഡ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംയോജനവും വിപണനവും മൂല്യവർദ്ധനവ്, ഗ്രേഡിംഗ്, ബ്രാൻഡിംഗ്, പാക്കിംഗ് തുടങ്ങിയ സേവനങ്ങൾ ഏറ്റെടുത്തു നടത്തുക വഴി പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ അഥവാ PSCS ഗ്രാമീണ കാർഷിക പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു. ഇനി എന്താണ് കേരള ഗ്രോ? കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം ഊർജിതമാക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും കേരള ഗ്രോ എന്ന ഏകീകൃത ബ്രാൻഡിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം കൃഷി വകുപ്പ് ആരംഭിച്ചു. ഇനി ഈ നാം എന്താണ്? കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടാനുസരണം വിൽക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ കാർഷിക വിപണി അഥവാ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത്. ഇനി കാർഷിക വിപണി നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത, വായ്പകളുടെ ലഭ്യതക്കുറവ്, വിപണി വിവരങ്ങളുടെ അപര്യാപ്തത, സംഭരണശാലകളുടെ അപര്യാപ്തത, ഇറക്കുമതി നയങ്ങൾ, ഇടനിലക്കാരുടെ ചൂഷണം. ഇനി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ VFPCK കേരളത്തിലെ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പഴം പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്നതിന് വിത്ത് മുതൽ വിപണനം വരെയുള്ള വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുക എന്നതാണ് ഈ VFPCKയുടെ ദൗത്യം. ഇനി കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും പുതിയ കാർഷിക സാങ്കേതിക വിദ്യകളും കഴിവുകളും കൈമാറുന്നതിനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR രാജ്യത്താകമാനം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. വിവിധതരം തോട്ടവിളകൾ, ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ കൃഷിക്ക് അനുകൂലമായ വൈവിധ്യമാർന്ന കാർഷിക കാലാവസ്ഥ സാഹചര്യങ്ങളും ചെറിയ കൃഷിയിടങ്ങളും കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സവിശേഷതകളാണ്. കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കേരള കാർഷിക സർവകലാശാല, വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, കർഷക ഉൽപാദന സംഘങ്ങൾ തുടങ്ങിയവ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി കാർഷിക മേഖലയിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഭക്ഷ്യസുരക്ഷയും പാരിസ്ഥിതിക സുസ്ഥിരതയും കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സാങ്കേതിക വിദ്യയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭാവി തലമുറയുടെ ഭക്ഷ്യസുരക്ഷയും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയും നിലനിർത്താനുതകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പുത്തൻ തലമുറയാകണം നമ്മുടെ ലക്ഷ്യം. ഇത്രയായിരുന്നു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ കൂടുതലും പറഞ്ഞിട്ടുള്ളത് കൃഷിയെക്കുറിച്ചിട്ട്, കൃഷിയുടെ ആദ്യഘട്ടം മുതൽ അതിൻ്റെ വിപണനം വരെ ഉള്ള കാര്യങ്ങളും പിന്നെ അതിന് സഹായിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഏജൻസികളെയൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്. താങ്ക് യു.